വിജയദശമി ദിനത്തിൽ RSS മേധാവി മോഹൻ ഭാഗവതിൻ്റെ പ്രസംഗം കേട്ടായിരുന്നു. അതിൽ ചില സന്ദേശങ്ങൾ സംഘികൾക്കായിട്ട് നൽകുന്നുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നതെന്ന് തോന്നുന്നു. അദ്ദേഹം പറയുന്നത് എല്ലാവർക്കും അവരുടേതായ വിശ്വാസങ്ങളുണ്ട്, പ്രതീകങ്ങളുണ്ട്, ആരാധനാ സ്ഥലങ്ങളുണ്ട്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇത്തരം സാധനങ്ങളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ. എന്താണ് ഇതുകൊണ്ട് ഇത് ആർക്കുള്ള സന്ദേശമല്ല? എനിക്ക് തോന്നുന്നു ഈ RSS സമീപകാലങ്ങളിൽ അവരുടെ ഈ അഗ്രസീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കുറേയൊക്കെ മാറ്റിയിട്ട് അവർ പഴയ ദേശീയ ബോധത്തിൽ മാത്രം അടിയുറച്ച് നിൽക്കുന്നതായിട്ട് തോന്നുന്നു. കാര്യം RSS ഇന്ത്യയിൽ എന്താണോ സങ്കല്പിച്ചത് അത് അവരുടെ പ്രധാന അജണ്ട പൂർത്തിയാക്കി. രാമക്ഷേത്ര നിർമ്മാണം ആയിരുന്നല്ലോ പ്രധാന അജണ്ടകളിലൊന്ന്, അത് പൂർത്തിയായി. ഇനിയിപ്പോൾ 2 കൂടി വേണമെന്ന് പറയുന്നുണ്ട്. അതിങ്ങനെ വരും, പക്ഷേ അത് എത്രത്തോളം ഇനി പ്രായോഗികമാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അവരുടെ പ്രധാന അജണ്ട കാര്യം ഈ ഇന്ത്യയിൽ എന്താ പറയുക, ഈ സംഘശക്തി അല്ലെങ്കിൽ എന്താ പറയുക ഹൈന്ദവ വിശ്വാസത്തിൽ അടിസ്ഥാനമായ രാഷ്ട്രീയം അല്ലെങ്കിൽ എന്താ പറയുക തീവ്ര ഹൈന്ദവത, ഇത് എന്ത് വേണേൽ പറയാം. അതിൻ്റെ ഏറ്റവും വലിയ കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത് ഈ രാമക്ഷേത്ര നിർമ്മാണമായിരുന്നു. ആ രാമക്ഷേത്ര നിർമ്മാണം അവർ പൂർത്തീകരിച്ചു. ഇനിയും അത്ര തീവ്ര നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോയാൽ ഒരു പക്ഷേ ഈ ഹൈന്ദവ സമൂഹത്തിലുള്ളവർ തന്നെ ഇവർക്കെതിരെ തിരിയാനുള്ള തള്ളിപ്പറയാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഇന്ത്യയുടെ കൾച്ചർ അതാണ്. പോരാത്തതിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ തിരിച്ചടി. അവർ ഭരണത്തിലുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്, പക്ഷേ അവർ വിചാരിച്ചത്ര മുമ്പോട്ട് പോകാൻ പറ്റിയിട്ടില്ല. രാമക്ഷേത്ര നിർമ്മാണം അടക്കം പൂർത്തീകരിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നതെന്ന് കൂടി ഓർക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഒരു പുനർചിന്തന ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാക്കില്ല. കുറച്ചുകൂടി പൊതു സ്വീകാര്യമായ നിലപാടുകളിലേക്ക് അവർ. അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്, ഇപ്പൊ സമീപ മാസങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ വിവാദമായത് ഈ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, അങ്ങനെ ഒരു ഏക ഭാഷ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നൊക്കെ കാണാനില്ല. ഇപ്പൊ ഈ സ്പീച്ചിൽ അദ്ദേഹം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ വളരെ പ്രോഗ്രസീവായിട്ട് ഇവർ മാറി എന്ന് നമുക്ക് ഒരു പക്ഷേ തോന്നുന്നതാണ്. അതായത് വിവിധ തരം മതങ്ങള്, ജീവിത രീതികൾ, സംസ്കാരങ്ങൾ എല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടി ഒന്നിച്ചു കൊണ്ടുപോകണം, എങ്കിൽ മാത്രമേ ഒരു രാഷ്ട്രം പുരോഗതിയിലേക്ക് എത്തൂ എന്നൊക്കെ പറയുന്ന വളരെ പ്രോഗ്രസീവായിട്ട് തോന്നുന്ന നിലപാടുകളാണ് ഈ മോഹൻ ഭാഗവത് സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നു, അത് സംബന്ധിച്ചുള്ള പ്രത്യക്ഷത്തിലുള്ള പ്രതിഷേധം നടക്കുന്ന തമിഴ്നാട്ടിൽ മാത്രമല്ലേ ഉള്ളൂ. അവിടെയും അവർ ഈ എടുക്കുന്ന നിലപാടെന്താ? അവർ തമിഴ് മാത്രം മതി. അതും മോശമല്ലേ? തീർച്ചയായിട്ടും അതും മോശമാണല്ലോ. കാര്യം ഇതൊരുമാതിരി നാട്ടുരാജ്യങ്ങളുടെ സെറ്റപ്പിലാണ്. തമിഴ്നാട് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനം മാത്രമാണ്. ഇത് തമിഴ്നാട്ടിലേക്ക് മാത്രം പ്രത്യേക ഒരു നിയമം അല്ലെങ്കിൽ അവിടെ ഇതൊന്നും ബാധകമല്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇപ്പോൾ ഹിന്ദി ഭാഷ അതിനെന്താ മോശം കൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം കേരളത്തിൽ പോലും ത്രിഭാഷാ സംവിധാനം നേരത്തെ മുതലുണ്ട്. നമ്മൾ സ്കൂളുകളിൽ ഹിന്ദി പഠിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, മലയാളവും പഠിക്കുന്നു, അല്ലെ അറബി പഠിക്കുന്നവരുണ്ട്, സംസ്കൃതം പഠിക്കുന്നവരുണ്ട്. അത് അവരവരുടെ ചോയ്സാണ്. ഇത് നമ്മുടെ പൊതു കരിക്കുലത്തിൽ നമ്മുടെ ചോയ്സാണ് ഏത് പഠിക്കണം എന്നുള്ളത്. അതിനെ അടിച്ചേൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് കൃത്യമായും ഈ എന്താ പറയുക തമിഴ്നാട്ടിൽ തീവ്ര തമിഴ് പ്രചരിപ്പിക്കുക, അത് അവരുടെ താൽക്കാലികമായിട്ടുള്ള രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. തമിഴ് വികാരം അങ്ങ് ആളിക്കത്തിക്കുക, അതിനപ്പുറം അതിൽ വലിയ നിലപാടൊന്നും ഇല്ല. അല്ല, ഇപ്പം ഒരുപാട് ഭാഷയുള്ള പലതരത്തിലുള്ള മതങ്ങളൊക്കെ ഭൂരിപക്ഷമുള്ള ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. ഇതിൽ പല ആൾക്കാരും ആവശ്യം ഉന്നയിക്കുന്നത് നമ്മൾക്ക് ഇന്ത്യയിൽ നിന്ന് മാറി പ്രത്യേക ഒരു രാജ്യമായിട്ട്, ഉത്തർപ്രദേശൊക്കെ വേണമെങ്കിൽ അങ്ങനെ എത്രയോ രാജ്യങ്ങളായിട്ട് വേണമെങ്കിൽ മുറിക്കാം. അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യണം. അത് ഈ ഖലിസ്ഥാൻവാദികൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശ്, നമ്മുടെ പശ്ചിമ ബംഗാളിൻ്റെ ഒരു ഭാഗം കൊണ്ട് പോകണമെന്നാണ് അവിടെ ഉള്ളവർ കുറേ പറയുന്നത്. പക്ഷേ ഇതൊക്കെ ഇന്നലെ തുടങ്ങിയതല്ല. ഇത് ഇന്ന് ആ വിഷയങ്ങൾ സജീവമായി ചർച്ചയാകുന്നു എന്നുള്ളതാണ്. ഈ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടായ കാലം മുതൽ തന്നെ ഇത്തരം വിഷയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പല നാട്ടുരാജ്യങ്ങളും പിന്നീടാണ് ഇന്ത്യ മഹാരാജ്യത്തിനോടൊപ്പം കൂടിച്ചേർന്നത്. അന്നും അവർ വേറിട്ട് നിന്നിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഓരോ സംഗതികൾ പണ്ട് മുതലേ ഉണ്ട്. ഇപ്പോൾ അത് പലരും അത് കുത്തിപ്പൊക്കി താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ കുറച്ച് പേരെ മാത്രം സ്വാധീനിച്ച് മുന്നോട്ട് പോകാൻ നടത്തുന്ന ചെറിയ ചെറിയ നീക്കങ്ങളാണ്. അല്ല, പൊതുവെ ഇന്ത്യ മൊത്തത്തിൽ അങ്ങനെ ഒരു വിഘടനവാദം മൊത്തത്തിലുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പാകിസ്ഥാനിൽ ഖലിസ്ഥാൻവാദികൾ അവിടെ പ്രത്യക്ഷ സമരത്തിലാണ്, കലാപം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാക് അധീന കശ്മീരിലും അങ്ങനെ നടക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെ പലയിടത്തും ആശയപ്രചാരണം നടക്കുന്നുണ്ടെന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് പോകാനുള്ള ആംബിയർ ആർക്കും ഇല്ല. അതിനുള്ള ധൈര്യമൊന്നും ആർക്കും ഇല്ല എന്ന് തന്നെയാണ് കരുതേണ്ടത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാഷണൽ യൂണിറ്റിയെ അടിസ്ഥാനപ്പെടുത്തി
ശക്തമായിട്ട് അതിനു വേണ്ടി നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് നിലവിൽ ഇന്ത്യയിൽ RSS മാത്രമാണ്. കാരണം അവർ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ പലരും പറയുന്നത് അങ്ങനെയാണ്. കാരണം കോൺഗ്രസിനായിക്കോട്ടെ അല്ലെങ്കിൽ CPM ഇവർക്കൊക്കെ ഇവരുടേതായ നിക്ഷിപ്ത താല്പര്യമുണ്ട്. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ ഒറ്റ ഐഡന്റിറ്റിയിൽ നിലനിർത്തുക. ഒറ്റ ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവേഴ്സ് ഐഡന്റിറ്റി, അതാണ് ഒറ്റ ഐഡന്റിറ്റി. ഇപ്പം ഇതിൽ മോഹൻ ഭാഗവത് പറയുന്നുണ്ട്, നമ്മൾ എന്താണ് ഒരുപാട് ഭാഷകളും വിവിധ തരത്തിലുള്ള സംസ്കാരങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിലും ഇതിനെയൊക്കെ ഒന്നായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് നമ്മളെ എന്താണ് ഒരു അഭിമാനമായിട്ട് ഒരു അഹങ്കാരമായിട്ട് ഇത് നമ്മളൊരു തിലകക്കുറിയായിട്ട് അണിയുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അല്ല, ഈ തിരിച്ചറിവ് ഇപ്പോഴല്ലേ ഉണ്ടായത്? ഇതിനു മുമ്പും ഇന്ത്യ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അന്ന് ഈ തിരിച്ചറിവില്ല. അന്ന് ഹിന്ദുത്വത്തിന് വേണ്ടി മാത്രം വാദിച്ചവരാണ് ഇവര്. മറ്റ് മതങ്ങളെയോ മറ്റ് സംസ്കാരങ്ങളെയോ മറ്റ് ജനവിഭാഗങ്ങളെയൊന്നും ഇവർക്ക് കാണുന്നില്ലായിരുന്നില്ല. ഇപ്പോൾ കുറച്ചുകൂടി ജനകീയമായ നിലപാടുകളിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് വേണം, കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയി. അതെ, അതായത് ഇനിയും പഴയ തീവ്ര നിലപാടുകളുമായിട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്കെതിരെയുള്ള വികാരവും ആളിക്കത്തുന്നുണ്ടല്ലോ. ഇപ്പോൾ തീവ്ര ഹിന്ദു നിലപാടുണ്ടെങ്കിൽ തീവ്ര ന്യൂനപക്ഷ നിലപാടുകൾ, എന്തിന് ക്രിസ്ത്യാനികൾ പോലും സംഘടിക്കുന്നുണ്ട് ഇവിടെ. മുസ്ലിം തീവ്രവാദം പണ്ട് മുതലേ ഉണ്ട്, ക്രിസ്ത്യൻ തീവ്രവാദം ഇവിടെ വളരുന്നുണ്ട്. അത് നമ്മൾ കാണാതിരുന്നു കൂടാ. അപ്പോൾ അത്തരത്തിൽ ഇവർക്കെതിരെയുള്ള ശക്തികളും അത് ഇവരെത്രമാത്രം ശക്തി പ്രാപിക്കുന്നോ അതേപോലെ തന്നെ ഇവർക്കെതിരായിട്ടുള്ള ശക്തികളും ശക്തി പ്രാപിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഹിന്ദു അവരുടെ ഇപ്പം നമ്മളിപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പം ആ ഒരു സംസ്കാരത്തെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെ സംരക്ഷിച്ചു നിർത്താൻ ആഗോളതലത്തിൽ തന്നെ ഒരു വലിയ ബോഡി ഉണ്ട്, ഒരു മിഷൻ ഉണ്ട്. അതെ, മുസ്ലിങ്ങൾക്കും അങ്ങനെയുണ്ട്. RSS പറയുന്നത് അതുപോലെ ഒരു പ്രസ്ഥാനമാണ്, ഹിന്ദുക്കളുടെ അതുപോലുള്ള ഒരു പ്രസ്ഥാനമാണ് RSS എന്നാണ്. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? അതിൽ ആ കാഴ്ചപ്പാടിലാണ് പ്രശ്നം. കാര്യം ഹിന്ദുത്വം എന്ന് പറയുന്നത് ഈ എല്ലാത്തിൽ നിന്നും അബ്സോർബ് ചെയ്തുണ്ടാകുന്ന ഒരു കാഴ്ചപ്പാടാണ്. എല്ലാ മതവിശ്വാസങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ്. അല്ല, ഹിന്ദുത്വം അങ്ങനെയാണ്. കാര്യം എല്ലാവരുമായിട്ട് പൊരുത്തപ്പെട്ട് അവരുടെ നല്ല വശങ്ങളൊക്കെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സംഗതിയാണ്. അല്ലാണ്ട് മറ്റുള്ളവരെ നിരാകരിച്ചു കൊണ്ടുള്ളൊരു സംഗതിയല്ല. അതേപോലെ തന്നെ ഹിന്ദു സംസ്കാരങ്ങൾ മറ്റു മതങ്ങളും അനുകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കേരളത്തിൽ ഈ ക്രിസ്ത്യൻ പള്ളികളിൽ നിലവിളക്ക് കൊളുത്തുന്ന ആചാരമുണ്ട്. അതെ, ആ നിലവിളക്ക് കൊളുത്തുന്ന പരിപാടി തുടങ്ങിയത് ഹിന്ദു സംസ്കാരത്തിൽ നിന്നാണ്. നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യങ്ങളിൽ, മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള അയൽ രാജ്യങ്ങളിൽ പോലും വനിതകൾ അവിടെ ഭരണം കൈയാളിയിട്ടുണ്ട്. ഉദാഹരണം പാകിസ്ഥാനിൽ ബേനസീർ ഭൂട്ടോ, ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന. ഒരു മുസ്ലിം കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ അതൊന്നും നടപടിയുള്ള കാര്യമല്ല. എന്തുകൊണ്ട് വന്നെന്ന് വെച്ചാൽ അത് ഇന്ത്യയുടെ സ്വാധീനമാണ്. അപ്പോൾ ഇന്ത്യൻ കൾച്ചർ അവരെയും സ്വാധീനിച്ചിട്ടുണ്ട്. ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. അവിടെ ഞങ്ങൾ മാത്രം മതി എന്നൊരു കാഴ്ചപ്പാട് വരുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയും ബഹളമൊക്കെ ഉണ്ടാകും. അതായത് ഇവർ BJP-ക്കാരും എല്ലാവരും പറയുന്ന ഒരു സാധനമാണ്, ഇതൊരു പുതിയതല്ല. അതായത് മുസ്ലിങ്ങൾ സുസംഘടിതമായിട്ട് നിൽക്കുന്നു, ക്രിസ്ത്യാനികൾ സുസംഘടിതമായി നിൽക്കുന്നു, ഹിന്ദു സംഘടിതമാവരുത്. അതിൻ്റെ പ്രശ്നം ഇവിടെയാണ് ഈ ഭൂരിപക്ഷവും ന്യൂനപക്ഷമായിട്ടുള്ള കുഴപ്പം. ന്യൂനപക്ഷങ്ങൾ അവർക്ക് വലിയ രീതിയിലുള്ള ആശങ്കകളുണ്ട്. അത് ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും എന്തുകൊണ്ടാണ് അവരുടെ ആശങ്കയുടെ അടിസ്ഥാനം എന്തെന്നുള്ളത്. കാര്യം പാകിസ്ഥാൻ വിഭജിച്ചു പോയപ്പോൾ ഇവിടെയുള്ള ഭൂരിപക്ഷ സമുദായം അല്ലെങ്കിൽ സമൂഹം പറഞ്ഞത് നിങ്ങൾ അങ്ങോട്ട് പോകും, ഇവിടെ വേണ്ട, നിങ്ങളിവിടെ വേണ്ട, വലിയ വർഗീയ കലാപമൊക്കെ ഉണ്ടായതാണ്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഭീതി അവരിൽ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് അവർ സംഘടിതമായിട്ട് തന്നെ നിൽക്കുന്നത്. പാകിസ്ഥാനല്ല, ഈ ഇന്ത്യയിലുള്ള മുസ്ലിം ന്യൂനപക്ഷങ്ങൾ എന്തുകൊണ്ട് സംഘടിതമാകുന്നതിൻ്റെ ഉത്തരം പണ്ടുണ്ടായ കലാപങ്ങളുടെയൊക്കെ ഓർമ്മപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ബാബറി മസ്ജിദ് പോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടു. മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി തന്നെ ഉണ്ടല്ലോ. അത് ഇവിടെ അല്ലല്ലോ. മൊത്തത്തിൽ അങ്ങനെ ഒരു സംഘടിത സ്വഭാവം അവർക്കില്ല എന്നുള്ളതാണ്. ഉണ്ട്, പക്ഷേ ഇന്ത്യയിൽ അവർ ന്യൂനപക്ഷമാണ്. ഇന്ത്യയിലെ ഭൂരിപക്ഷം ഈ മുസ്ലിം ബ്രദർഹുഡ് എന്നൊക്കെ പറയുന്നത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിട്ടുള്ള രാജ്യങ്ങളിലാണ് അത് ഏറെ കൂടെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവർ ന്യൂനപക്ഷം, ചെറിയൊരു വിഭാഗമാണ്. ഇവിടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഹിന്ദു വിഭാഗമാണ്. ആ ഹിന്ദു വിഭാഗത്തിൽ തന്നെ പല പല ജാതികളും പല പല ഉപവിഭാഗങ്ങളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ട്. അപ്പം അങ്ങനെ ഇടയിൽ അവർ സംഘടിച്ച് നിൽക്കുന്നതിൽ അത്ര അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. ഹിന്ദുക്കളെ സംരക്ഷിക്കാനുള്ളത് BJP-യും RSS-ഉം മാത്രമാണ് എന്നൊരു തോന്നൽ ജനങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് വലിയ അപകടം സൃഷ്ടിക്കില്ലേ? ആ ഒരു തോന്നൽ ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുന്നതാണ്. കാര്യം ഈ ഹിന്ദുക്കളുടെ അട്ടിപ്പേർ അവകാശം ഞങ്ങൾക്കാണ് എന്ന് ഇവർ വാദിച്ച് സമർത്ഥിച്ചെടുക്കുകയാണ്. മുൻപും ഉണ്ടായിരുന്നല്ലോ. മുൻപ് ഇവിടെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ജീവിതം മുമ്പോട്ട് പോയിരുന്നു. വലിയ വർഗീയ കലാപങ്ങൾ, സംഘർഷങ്ങൾ ഈ നാട്ടിലുണ്ടായിരുന്നു. അപ്പോഴും ഇന്ത്യ മുമ്പോട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. ഇന്ന് വരെ ഇപ്പോൾ ഇന്ത്യയുടെ ചുറ്റുമടുത്തുള്ള രാജ്യങ്ങളുടെ അവസ്ഥ എന്താണ്, ഇന്ത്യയുടെ അവസ്ഥ എന്താണെന്ന് നോക്കിയാൽ അത് മനസ്സിലാകും. ഇന്ത്യയും ഇതേപോലെയുള്ള സംഘർഷങ്ങളും വർഗീയ കലാപങ്ങളും ഒക്കെ അതിജീവിച്ച് തന്നെയാണ് എത്തിയത്. അപ്പോഴും ഇതിനെ സംരക്ഷിക്കാൻ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് അധികാരത്തിലെത്തിയ BJP-യോ അതിനുവേണ്ടി ഇന്നലെ മുതൽ പണിയെടുത്ത RSS-ഓ അല്ല സത്യം പറഞ്ഞാൽ അതിനുവേണ്ടി. അന്ന് ഇവിടെ ഈ ജനാധിപത്യ ബോധമുള്ള
നേരത്തെ പറഞ്ഞ നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കുന്ന കോൺഗ്രസ്സുകാരടക്കമുള്ളവർ പണിയെടുത്തിട്ടാണ് ഈ നിലയിലെത്തിയത്. അപ്പം ആ ഒരു ചരിത്രം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എഴുതി തള്ളിക്കൊണ്ട് ഈ ഹിന്ദുക്കളുടെ മാത്രം ഉത്തരവാദി അവരുടെ ഇതിലിപ്പം മോഹൻ ഭാഗവത് പറയുന്നത് ഇന്ത്യക്ക് ഇങ്ങനെ ഈ ഒരു ഡൈവേഴ്സിഫൈ ആയിട്ടുള്ള ഒരു അത് ഉണ്ടാവാനുള്ള അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഹിന്ദു എന്ന് പറയുന്ന ഒരു സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നു. അത് വാസ്തവമാണ്. ഭരണഘടന ഉള്ളത് കൊണ്ട് മാത്രമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക്, അതാണ് ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഞങ്ങൾ പുറത്തോട്ടും അകത്തോട്ടും പ്രവേശനമില്ലാത്ത രീതിയിൽ വേലുകെട്ടി തിരിച്ചിട്ടുള്ള ഒരു സമൂഹമല്ല ഹിന്ദു സമൂഹം. അത് സംരക്ഷിക്കപ്പെടണം. ഇപ്പം മോഹൻ ഭാഗവത് ഇങ്ങനെ പറയുന്നത് ഇന്ത്യയുടെ പൊതു നിലപാടിനോടൊപ്പമാണെന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. കാര്യം മുൻപ് ഇവരെങ്ങനെയൊന്നും ആയിരുന്നില്ല പറഞ്ഞിരുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു നിലപാടിലേക്ക് വന്നെങ്കിൽ അത് സ്വീകരിക്കപ്പെടണം. അത് അതിനെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടാവണം. തീർച്ചയായിട്ടും.